അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സ്ഥലം വരെ വന്നതായിരുന്നു. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതാ, നിങ്ങൾക്ക് തന്നെ കാണാം. ടാറ്റയുടെ 407 ഇവിടെ കിടക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ വൈഷ്ണവിൻ്റെ നാട്ടിലുള്ള ബസ്സാണ്. ഇപ്പോൾ കാടൊക്കെ വെട്ടിയപ്പോൾ കുറേ കാലം ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വണ്ടി ഇതാ കിടക്കുന്നത് ഗൈസ്. വണ്ടീൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യമാണെന്ന് തന്നെ പറയാം. ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ടുഡേ എന്ന് പറഞ്ഞ യൂട്യൂബർ കോൾഡ് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടീൻ്റെ റിന്യൂവലിൻ്റെ പ്രശ്നമാണ് എന്നാണ് കേട്ടത്. അപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ടുഡേ ദിൽഷദ്ക്ക നന്നാക്കുന്ന സമയത്തുള്ള ഫോട്ടോയാണ്. അന്ന് വണ്ടിക്ക് ബോഡിക്കൊന്നും ഡാമേജ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് പോയി എന്നാണ് പറയാത്ത. റീസ്റ്റാറാണ് വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. ഇവിടെ ഫുള്ള് കാട് കാര്യങ്ങളൊക്കെ ആണ്. ബസ്സിൻ്റെ ക്യാബിൻ ഓ ഗൈസ്, ഇവിടെ പണ്ടത്തെ ടാറ്റേൻ്റെ 407 ഇത് കാണുന്നത്. 407 കിടക്കുന്നത്. ഓ പഴയ വണ്ടിയാണ് ഗൈസ്. ഏകദേശം 2000 മോഡൽ വണ്ടിയാണെന്ന് പറയാം. അങ്ങോട്ടേക്ക് പോകണില്ല, ഫുൾ കാടാണെന്ന് തന്നെ പറയാം. വണ്ടി എന്തായാലും ഫുൾ നാരണക്കല്ല എന്ന് തന്നെ പറയാം. ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ കൈക്കെന്തോ പറ്റി ഗൈസ്. അപ്പോൾ ജോണി അവിടെ എന്തോ ബ്ലോഗ് ചെയ്യണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിനിലേക്ക് കയറി നോക്കാൻ പേടിയായിട്ടാണ് ഗൈസ്. കയറി വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പ അപ്പോൾ ജോണിയാ ക്യാബിനിൽ കയറി വെക്കണോ? ജോണിയാ ജോണിൻ്റെ നാട്ടിലാട്ട് ഈ വണ്ടി കിടക്കുന്നത്. ബസ് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ കയറാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടാറ്റൻ്റെ 407 മോഡൽ 2000 വണ്ടി കേട്ടോ ഗൈസ്. ക്യാബിൻ കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാബിനാണ് ഗൈസ്. ഗിയർ ബോക്സ് ഒക്കെ പോയി തന്നെ പറയാം കേട്ടോ. ഗിയർ ബോക്സിൻ്റെ ഒക്കെ അവസ്ഥയാണ് പറയാ. വണ്ടിയുടെ ഉള്ളിൽ അല്ല ടയറൊക്കെ ഉണ്ടോ എന്തോ ഗൈസ്. ബാക്ക് ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പൊളിയാനായി തന്നെ പറയാം. പക്ഷെ വണ്ടി ഇങ്ങനെ കിടക്കണത് കണ്ടിട്ടാണ് നമുക്കൊരിത്. ഇതാ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി ക്യാബിൻ മൊത്തത്തിൽ പോയി തന്നെ പറയാം. ഇതായിരുന്നു ആ പഴയ ഫോട്ടോ. എന്തായാലേ മാറി. എന്തായാലും ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പോയിരുന്നു, വയറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റിയറിങ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ബാക്കി സാധനങ്ങളൊക്കെ ആരാ കൊണ്ടുപോയതാണോ മുതലാളി ഊരിയാണോ അറിയില്ല. എന്തായാലും ഒരു ബസ്സാണ് ഗൈസ് കിടക്കുന്നത്. ഗൈസ് വേറൊന്നല്ല, വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇതാണ്. ഒന്നെങ്കിൽ വണ്ടി പൊളിച്ച് വെക്കുക, ഒന്നെങ്കിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ റീവർക്ക് ചെയ്തെടുക്കുക എന്തായാലും കഴിയില്ല. എന്തായാലും പേപ്പർ കാര്യങ്ങളൊക്കെ തെറ്റിന് വണ്ടിൻ്റെ. കാരണം 2000 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിരത്തുകളിൽ ചെറുക്കന് ഓടാൻ കഴിയില്ല എന്ന് ഉറപ്പായി. പക്ഷേ ചെറുക്കൻ്റെ മുഖം കണ്ടില്ല ഗൈസ്. സങ്കടപ്പെട്ടിരിക്കുന്ന മാതിരിയാണ് കാണുന്നത്. ഓ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ടാറ്റയാണ്, പഴയ മോഡലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ കോൾഡ് സ്റ്റാർട്ട് ചെയ്താലും ചെറുക്കൻ എന്തായാലും സ്റ്റാർട്ടാവും. നമ്മളെ യാത്രാ ടുഡേൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. അതിൽ ചെറുക്കനെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. അടുത്തതിൽ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മോഡൽ വണ്ടിയാണ്. അപ്പോൾ പുതിയ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് റിന്യൂവലിൽ നിന്നപ്പോൾ അവർ പറഞ്ഞാണ് പേപ്പർ അങ്ങനെ കാര്യങ്ങൾ കിട്ടൂല, കാരണം കാലാവധി കഴിഞ്ഞ് 15 കൊല്ലം. പിന്നെയും അങ്ങനെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 5 വർഷത്തിൽ കൂടെ നീട്ടി. അപ്പോഴത്തേക്കും വണ്ടി മൊത്തം കാട് കയറി നശിച്ച് തന്നെ പറയാം. ഒരു ജീവിതം തന്നെ ഇല്ലാണ്ടായി തന്നെ പറയാം. അപ്പം അതാണ് ഉണ്ടായത്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം. പക്ഷെ വണ്ടി ഇപ്പോൾ ഏകദേശം നിർത്തിയിട്ട് ഒരു 5-8-10 കൊല്ലമൊക്കെ ആയി ഉണ്ടാവും. ഇങ്ങനെ ഒരേ കിടപ്പാണ്. ഇങ്ങനെ കാണുമ്പോഴാണ് ഗൈസ്, ഒരു ബസ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ജീവൻ. ഒന്നാമത് ടാറ്റൻ്റെ ഈ മുന്നേ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ വണ്ടി പെരിങ്ങാവാണുള്ളത്. ഏകദേശം റോഡ് സൈഡിലായിട്ട് വരും. അവർക്കിപ്പോൾ പുതിയ ബസ് ഉണ്ട് കേട്ടോ, 3 സ്റ്റാർ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോഴേ എന്താ അറിയില്ല, കാണുമ്പോൾ ഇങ്ങനെ നോക്കിപ്പോവും.